ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് കാമഭ്രാന്തരുടെ ബലിയാടുകളായ 5 വിശുദ്ധരെ കുറിച്ചാണ്. നമുക്ക് കാണാൻ സാധിക്കും, കാമം തലയ്ക്ക് പിടിച്ചാൽ വളരെ ലജ്ജാകരമായ കാര്യങ്ങൾ പോലും ചെയ്തു പോകാം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരു സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സംഭവം കേട്ടതാണ്. ഒരു വയോധിക പ്രായം ചെന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ കയറി ഒരാൾ അവരെ മാനഭംഗപ്പെടുത്തി. അവർ അവശ നിലയിലാണ്. വീണ്ടും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കൊറോണ വൈറസ് ബാധിച്ച ഒരു സ്ത്രീയെ വാഹനത്തിൽ കൊണ്ടുപോയ സമയത്ത് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. ഇതൊക്കെ കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ചാൽ അത് എവിടം വരെ നമ്മളെ കൊണ്ട് എത്തിക്കാം എന്നുള്ളത് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സ്ട്രൈറ്റ് അവേ നമ്മളൊരു 5 വിശുദ്ധരെ കുറിച്ച് ചിന്തിക്കുക. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് മരിയ ഗൊരേത്തി. നമുക്കറിയാം, 12 വയസ്സാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രായത്തിൽ, ആ ഇളം പ്രായത്തില് ഒരു ബലിയാടായി മാറിയ ഒരു വ്യക്തിയാണ് മരിയ ഗൊരേത്തി. അലക്സാൻഡ്രോ അവന്റെ തലയ്ക്ക് കാമം പിടിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ കാമ വെറി അത് ശമിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ഈ മരിയ ഗൊരേത്തിയെ സമീപിക്കുമായിരുന്നു. അവിടെയെല്ലാം അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നോ ടു സിൻ. എൻ്റെ ശരീരം മലിനമാക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല. അവൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരീരം കഷണമാക്കിയാൽ പോലും എൻ്റെ ശരീരത്തെ മലിനമാക്കാൻ മറ്റൊരാളെ ഞാൻ സമ്മതിക്കില്ല. അലക്സാൻഡ്രോയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അവൻ്റെ തലയ്ക്ക് പിടിച്ചിരുന്നത് കാമഭ്രാന്തൻ. അതുകൊണ്ട് തന്നെ ഒരു കടാര കൊണ്ട് ഈ 12 വയസ്സുകാരിയെ 14 പ്രാവശ്യം കുത്തിയാണ് അവളെ മരണത്തിലേക്ക് വിട്ടത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ വിശുദ്ധയുടെ ആ ജീവിതം, ആ സമർപ്പണം, അതെടുത്ത രീതി, അതെല്ലാം അലക്സാൻഡ്രോയെ മാനസാന്തരത്തിലേക്ക് നയിച്ചതായി. രണ്ടാമത് ഒരു വിശുദ്ധയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ ഓഫ് അലക്സാൻഡ്രിയ. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഒരുവന്റെ കാമഭ്രാന്ത് മൂലം ഒരു ബലിയാടായി മാറിയ ഒരു വിശുദ്ധയാണ് ഈ വിശുദ്ധ കാതറിൻ. മാക്സിമിനിയസ് ചക്രവർത്തി, ഇനി അദ്ദേഹം ഏതാനും ചില തത്വശാസ്ത്രജ്ഞന്മാരെ വിട്ടു ഈ വിശുദ്ധയുമായിട്ട് ആർഗ്യൂ ചെയ്ത്, അല്ലെങ്കിൽ അവളുമായിട്ട് ഒരു സംഭാഷണത്തിൽ, വാഗ്വാദത്തിൽ ഏർപ്പെട്ട് അവളെ തോൽപ്പിക്കാൻ. പക്ഷേ അവരെല്ലാം വായടപ്പിക്കാൻ ഇവൾക്ക് സാധിച്ചു. അതുകൊണ്ടാണ് മഹാപണ്ഡിത എന്നാണ് ഈ കാതറിൻ അറിയപ്പെടുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മാക്സിമിനൂസ് ചക്രവർത്തിക്ക് തോന്നി, കൊള്ളാലോ, കാണാനും ഇടുക്കി, അതുപോലെ തന്നെ ഇതുപോലത്തെ കഴിവുകളുമുണ്ട്. അതുകൊണ്ട് അവന്റെ കാമവെറി ശമിപ്പിക്കാൻ വേണ്ടി അവളെ ക്ഷണിക്കുന്നത് കാണാൻ പറ്റും. അവൾ പറഞ്ഞില്ല, ആ ഒരു കാര്യത്തിന് എന്നെ കിട്ടത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവളെ നാട് കടത്തി. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും ഞാൻ പറയുന്നതിന് നീ സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് സുഖമായി ജീവിക്കാം. അവൾ പറഞ്ഞു, ഒരു കാരണവശാലും അതിന് ഞാൻ വഴങ്ങില്ല. അവസാനം സംഭവിച്ചത്, അവളെ ഒരു പ്രത്യേക രീതിയിലുള്ള മെഷീനെ കിടത്തിയിട്ട് ആ മെഷീൻ ഓണാക്കി കഴിഞ്ഞെന്നാൽ അവളുടെ ശരീരഭാഗങ്ങൾ പല കഷണങ്ങളായിട്ട് ചിതറിക്കപ്പെടും. അപ്രകാരം മരണത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ. മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് വിശുദ്ധ അഗത പുണ്യവതിയുടെ ഒരു പ്രത്യേകത, സമ്പത്തും സൗന്ദര്യവും സമ്മേളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവളെ പ്രാപിക്കാൻ പലർക്കും താല്പര്യമുണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, ക്വിന്റിലിയാനുസ് എന്ന ഒരു മനുഷ്യൻ ഈ അഗതയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾ അതിനെ സമ്മതിച്ചില്ല. സമ്മതിക്കാതെ വന്നപ്പോൾ പിന്നീട് ഓരോ രീതിയിൽ അവളെ പണിഷ്മെന്റ്, ശിക്ഷ കൊടുത്ത് ആ മനുഷ്യന്റെ പ്രതികാരം വീട്ടാൻ നോക്കി. അങ്ങനെ തൻ്റെ ഇഷ്ടമനുസരിച്ച് നിൽക്കാതെ വന്നപ്പോൾ ചെയ്ത ഒരു കാര്യമുണ്ട്. ആദ്യം അവളുടെ സ്തനങ്ങൾ മുറിച്ചു കളയാൻ ഓർഡർ ഇട്ടു. അവളുടെ ദൈവം അത്ഭുതകരമായിട്ട് അവളെ സുഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. പിന്നീട് അവളെ ചരലിലിട്ട് ഉരുട്ടി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ ജീവൻ അങ്ങ് എടുത്താലും. ആ സമയം അവളുടെ ജീവൻ സ്വർഗത്തിലേക്ക് പറന്നുപോയി എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യന്റെ കാമഭ്രാന്ത്, അവന്റെ കാമവെറി ശമിപ്പിക്കുന്നതിന് സഹകരിക്കാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബലിയാടായി മാറിയ വ്യക്തിയാണ് വിശുദ്ധ അഗത. മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, അതാണ് വിശുദ്ധ ലൂസി, പ്രീഫെക്റ്റ് പസ്കാസിയൂസ്. അദ്ദേഹം ഇവളെ മോഹിച്ചു. പക്ഷെ ആൾ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, ഞാനൊരാളെ ഓൾറെഡി എൻ്റെ മണവാളനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, അതാണ് യേശുക്രിസ്തു. ഇങ്ങനെയെല്ലാം പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ കാണുന്ന ഇങ്ങനെ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കന്യാത്വം നഷ്ടമാക്കാൻ, അങ്ങനെ എന്നിട്ട് മർദ്ദിക്കാനായിട്ട് കൽപ്പനയിട്ടു. പടയാളികൾ വന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവളെ പൊക്കാൻ നോക്കിയിട്ട് അവൾ പൊങ്ങുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ചുറ്റും തീയിട്ട് അവളുടെ തലവെട്ടാനൊക്കെ അവര് ആജ്ഞയിട്ടു. പക്ഷെ അത് വിഫലമായെങ്കിലോ എന്ന് കരുതിയിട്ട് അവസാനം ലൂസിയുടെ തൊണ്ടയിലേക്ക് ഒരു വാള് കുത്തിയിറക്കി അങ്ങനെ അവള്
മരണപ്പെടുന്നത് കാണാൻ പറ്റും. ഒരു മനുഷ്യന്റെ കാമഭ്രാന്തിന് നിന്നുകൊടുക്കാതെ വന്നപ്പോൾ ഈ വിശുദ്ധിക്കും ഏറ്റെടുക്കേണ്ടി വന്നത് രക്തസാക്ഷിത്വമാണ്. 5ാമത്തെ ഒരു വിശുദ്ധ അതാണ് വിശുദ്ധ ആഗ്നസ്. പേരിന്റെ അർത്ഥം തന്നെ കുഞ്ഞാട്. നമ്മൾ കാണുന്നുണ്ട് പല റോമൻ യുവാക്കളും ഇവളെ സ്വന്തമാക്കാൻ മോഹിച്ചു. ഇവളുമായിട്ട് ലൈംഗിക സുഖ ആസ്വാദനത്തിന് ആഗ്രഹിച്ചു. പക്ഷേ അവൾ വഴങ്ങിയില്ല. അവളെ വിവസ്ത്രയാക്കി ലജ്ജിതയാക്കാൻ ഓർഡർ ഇട്ടു. അങ്ങനെ ചെയ്തപ്പോൾ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അവിടെ നിന്നിരുന്ന ചെറുപ്പക്കാര് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഓടിപ്പോയി. ഒരാൾ മാത്രം അവിടെ പിടിച്ചു നിന്നു. അവന് സംഭവിച്ചത് ഒരു ഇടിമിന്നൽ പോലെ ഒരു വെട്ടം വരികയും അവൻ അന്ധനായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഈ വിശുദ്ധ ആഗ്നസ് അവൾ സൂചിപ്പിച്ച ഒരു കാര്യം, ആരാച്ചാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാള് എൻ്റെ രക്തം കൊണ്ട് മലിനമാക്കാൻ പറ്റും, പക്ഷേ എൻ്റെ ശരീരം മലിനമാക്കാൻ നിങ്ങൾക്കാർക്കും പറ്റില്ല. അങ്ങനെ ഒരു പാപത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു 5 പേരും കാമഭ്രാന്തരായിട്ടുള്ള വ്യക്തികളുടെ കാമവെറി ശമിപ്പിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന വ്യക്തികളാണ്. നമുക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അതിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള, അതിന് ആവശ്യമായിട്ടുള്ള ധൈര്യം കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം സാധ്യമാകും. നമ്മൾ ഇന്ന് കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് കാമാസക്തരുടെ മാനസാന്തരം. നമുക്ക് ഈ വിഷയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.